തുടർച്ചയായ 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തിയ അമേരിക്ക ടെഹ്റാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്ക സജ്ജമാണ് എന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. Right now, I think they're getting more and more serious as the days go by, for maybe the obvious reason. But we are talking to them right now. Look, there are two ways. I consider that the smarter way, but the other is probably the easier way, doing what we're doing. And we can take that to a much higher level if we want to. You know, we're prepared to do that, as you know. We're locked and loaded. We're locked and loaded and ready to go, but we're talking to them. So I think while we're talking, we'll... അതേസമയം സമ്മർദ്ദങ്ങളെയോ ഭീഷണികളെയോ ഒന്നും ഭയപ്പെടുന്നില്ല എന്നും ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകാൻ രാജ്യം അതോടൊപ്പം തന്നെ സൈന്യം സജ്ജമാണ് എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് എത്രയും വേഗം 1/2 കിലോമീറ്റർ ദൂരത്തേക്കെങ്കിലും മാറണം എന്ന് IRGC നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, വലിയ ഭീഷണി പല ഭാഗത്തു നിന്ന് ട്രംപ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചതാണ് ഏറ്റവും കനത്ത പ്രഹരം അത് നൽകാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കും മുന്നറിയിപ്പുണ്ട് ഇറാനെ ഒരു തരത്തിലും സഹായിക്കരുത് എന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് വീണ്ടും ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു, അതേസമയം തന്നെ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് എന്ന പ്രതികരണവും പുറത്തു വരികയാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും അമേരിക്ക ഇറാനെ കരമാർഗം ആക്രമിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വരെ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക ഇറാനിലേക്ക് നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് 13 ദിവസമാണ് ഇറാനെ US ആക്രമിച്ചത്. ഇപ്പോൾ നിലവിൽ ടെഹ്റാനുമായിട്ട് ഒരു നയതന്ത്ര ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടെഹ്റാനെ 2 തരത്തിൽ തങ്ങൾക്ക് ഇപ്പോൾ അവരുമായി ധാരണയിലെത്താനാകും. ഒന്ന് ചർച്ചയിലൂടെ, രണ്ടാമത്തേത് ആയുധം ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുക വളരെയധികം എളുപ്പമാണ്. എന്നാൽ തങ്ങളിപ്പോൾ ചർച്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുമായി ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ പുനരാരംഭിക്കും എന്നാണ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ലോക്ക് ആൻഡ് ലോഡഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതുപോലെ CNN പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ട്രംപ് തൻ്റെ ചില ഉന്നത ഉദ്യോഗസ്ഥരോട് ഇറാൻ യുദ്ധത്തെപ്പറ്റി വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ഇറാനുമായി ഒരു പൂർണ്ണ തോതിലേക്കുള്ള യുദ്ധത്തിൽ പോവുകയാണെങ്കിൽ US-ന്റെ സാധ്യതകൾ എത്രമാത്രമാണെന്നാണ് ട്രംപ് ആരാഞ്ഞത്. പ്രത്യേകിച്ച് US-ന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിട്ടുള്ള യുദ്ധോപകരണങ്ങൾ, അതുപോലെ മറ്റ് സാമഗ്രികൾ, ഇതിനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇനി സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിക്കേണ്ടി വരാം എന്നെല്ലാം ട്രംപ് ആരാഞ്ഞതായിട്ടാണ് നിലവിൽ വിവരമുള്ളത്. എന്നാൽ ഈ ചർച്ചകളെ സംബന്ധിച്ച് ഇറാൻ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് ടെഹ്റാനെ ഒരിക്കലും സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണികൾ കൊണ്ടോ കീഴ്പ്പെടുത്താനാകില്ല. തങ്ങളുടെ സൈന്യം ശത്രുക്കൾക്ക് ശക്തമായിട്ടുള്ള മറുപടി തന്നെ നൽകും എന്നാണ്. ഇതിനിടെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭീഷണി പോലെ ഒരു മുന്നറിയിപ്പ് വരുന്നത് ഗൾഫ് മേഖലയിലെ ജനങ്ങളോടാണ്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഒരു ആക്രമണ സാധ്യത കൂടി കാണുന്നുണ്ട്. അതായത് ഗൾഫ് മേഖലയിൽ ഈ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾ എത്രയും വേഗം തന്നെ ഈ സൈനിക താവളങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. കുറഞ്ഞത് 1/2 കിലോമീറ്റർ അകലേക്കെങ്കിലും മാറണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോഴിനി അടുത്ത ദിവസങ്ങളിൽ മേഖലയിൽ സംഘർഷം വ്യാപിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് IRGCയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കളൊക്കെ മുൻപ് സമാനമായിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. മേഖലയിൽ എല്ലാ രാഷ്ട്രീയ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തും എന്നെല്ലാമായിരുന്നു മുൻപത്തെ ഭീഷണികൾ. ഈ ഹോർമുസിൽ സംഘർഷം കടുത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. US-ന്റെ ഉപരോധ മേഖലയിലുണ്ട്. US-ന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഹോർമുസ് കടക്കാൻ
ശ്രമിച്ച ഒരു കപ്പലിനെ തങ്ങൾ തകർത്തതായിട്ട് US സെൻട്രൽ കമാൻഡ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ചെങ്കടലിലും ആക്രമണങ്ങൾ നിലവിൽ രൂക്ഷമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സൗദി അറേബ്യയുടെ ഒരു കപ്പൽ ഹൂതി വിമതർ ചെങ്കടലിൽ ആക്രമിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതിന് പകരമായിട്ട് യമനിലെ ഒരു തുറമുഖ നഗരത്തിലേക്ക് സൗദി അറേബ്യ പ്രത്യാക്രമണം നടത്തി. ഇപ്പോൾ സൗദിയുടെ പല ഭാഗത്തും ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. യെസ്, എന്തായാലും യുദ്ധം തുടരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതേസമയം ഹോർമൂസിലും സംഘർഷം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമോ അതേ യുദ്ധം കൂടുതൽ ശക്തമാകുമോ അത് സംബന്ധിച്ച് വലിയ ആശങ്കയും തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുന്ന പശ്ചാത്തലം കൂടി ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ആശങ്കയോടുകൂടി തന്നെയാണ് സാഹചര്യത്തെ വിലയിരുത്തുന്നത്. പക്ഷേ യുദ്ധം അവസാനിക്കുവാനുള്ള വഴി തുറക്കണം എന്ന ആവശ്യം ലോകരാജ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.